പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ കൃപയാൽ കർത്താവ് ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്നു. ഇന്നലെ ക്രിസ്മസിനെ കുറിച്ചുള്ളൊരു മെസ്സേജ് നമ്മുടെ പ്രിയ തങ്കച്ചൻ ബ്രദർ വളരെ അനുഗ്രഹീതമായ നിലയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കേൾക്കുകയും അത് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇന്ന് ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വചനപ്രകാരമുള്ള വ്യക്തമായ ഒരു സന്ദേശമാണ്. നിങ്ങളെല്ലാവരോടും എനിക്കുള്ള ഒരു വലിയ അപേക്ഷ, നിങ്ങൾ ആ സന്ദേശം കേൾക്കണം. ഇന്നലത്തെ അത് മലയാളത്തിലും ഹിന്ദിയിലുമാണ്, എങ്കിലും അത് മലയാളികളായ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണേ ഇന്നലത്തെ സന്ദേശം. ഓക്കെ, അപ്പോൾ ഇന്ന് ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ തന്നു. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ സന്ദേശം, നമ്മൾ ഈ ലോക യാത്രയിൽ ആരിലാണ് ആശ്രയിക്കുന്നത്? നമുക്ക് യഥാർത്ഥമായും ദൈവാശ്രയം തന്നെയാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ സന്ദേശമാണ്. അപ്പോൾ അതിനാധാരമായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം 22-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം അതിന് ആധാരമായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. വലിയൊരു സാക്ഷ്യല്ലേ? ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഏകദേശം ഈ സങ്കീർത്തനങ്ങളുടെ ഒരു മധ്യഭാഗം എന്ന് പറയാവുന്ന ഒരു കാര്യമാണ്, ഒരു അധ്യായമാണ് 118-ാം അധ്യായം സങ്കീർത്തനത്തിന്റെ, ഈ ബൈബിളിന്റെ തന്നെ. അപ്പൊ അതിന്റെ മധ്യവാക്യം എന്ന് പറയുന്നത് അതിന്റെ 8-9 വാക്യങ്ങളാണ്. ആ വാക്യവും പറയുന്നത് എന്തുവാ അറിയോ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പോൾ നമ്മുടെ ആശ്രയം, ഇന്ന് നമ്മുടെ ആശ്രയം എവിടെയാണ്? അനേകരും ആശ്രയിക്കുന്നത് അവർ പണത്തിലോ അവരുടെ ഉദ്യോഗങ്ങളിലോ സമ്പത്തിലോ ബന്ധുക്കളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബലത്തിലോ അവരുടെ സ്വന്തം കായിക ബലത്തിലോ ഒക്കെ ആശ്രയിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവമക്കളെ, നമ്മളെല്ലാറ്റിലും ദൈവത്തിൽ ആശ്രയിക്കുന്നതായിരിക്കണം. അങ്ങനെയൊരു ആശ്രയിക്കുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഒരു സ്വർഗരാജ്യ പൗരന് വേണ്ടത്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവം. അതാ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തില് ഈ മലയിലെ പ്രസംഗത്തില് കർത്താവ് പറയാൻ തുടങ്ങിയ ആദ്യത്തെ ഭാഗ്യവാൻ ആരാ? അവിടെ വായിക്കുന്നത് അതിന്റെ 3-ാം വാക്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതാരാ? എപ്പോഴും എല്ലാറ്റിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ വളരെ ഗഹനമായി അറിയേണ്ട ഒരു സത്യമാണ്. നമുക്ക് യഥാർത്ഥമായും ഇന്ന് ദൈവാശ്രയം ഉണ്ടോ? ഇന്ന് പല നിലകളിലല്ലേ ജനങ്ങൾ പലരെയും ആശ്രയിക്കുന്നത്. എന്നിട്ടും അവർക്ക് സംതൃപ്തി ഉണ്ടോ? ഒരു തൃപ്തികരമായ ജീവിതം നയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയം ഉണ്ടെന്നാ, പക്ഷെ എന്നിട്ടും അവർക്ക് തൃപ്തികരമായ ജീവിതം നയിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ നഹൂം പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, തങ്കൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. അപ്പോൾ തങ്കൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, യഥാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരോ എന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ വിടുവിക്കും. അപ്പോൾ ദൈവം നമ്മളെ വിടുവിക്കും. തന്നിൽ ആശ്രയിക്കുന്നവരെ ഏതിൽ നിന്നെല്ലാം വിടുവിക്കും? തന്നിൽ ആശ്രയിക്കുന്നവരെ ഏതിൽ നിന്നെല്ലാം വിടുവിക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ സന്ദേശമാണ്. എന്നാൽ ഞാൻ അതിനകത്ത് 7 കാര്യങ്ങളെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 7 കാര്യങ്ങൾ. അതിൽ 1-ാമത്തെ കാര്യം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നുള്ള വിടുതൽ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നുള്ള വിടുതൽ. നാം എല്ലാവരും ഇരുട്ടിലായിരുന്നു. അതിൽ നിന്നും അപ്പോൾ ഇരുട്ടിൽ ജീവിക്കുമ്പോൾ, ഇരുട്ടിൽ എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജീവിക്കുക, പാപം എന്ന ഇരുട്ട്, ഈ അധികാരത്തിൽ നിന്നും നമ്മളെ വിടുവിച്ചത് നമ്മുടെ കർത്താവിന്റെ കൃപയാൽ കർത്താവ് നമ്മളെ വിടുവിക്കുകയായി. അപ്പോൾ
നമ്മൾ ഈ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നാണ് കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നത്. നമ്മൾ ഈ ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തവന് നമ്മൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അപ്പോൾ നമ്മൾ ഇരുട്ടിന്റെ അല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചു എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. കാരണം നമ്മുടെ കർത്താവ് വന്നതിനാ രക്ഷിക്കാനാ, രക്ഷകനാ. അല്ലെ, ഇന്നലെ അനേകര് ക്രിസ്മസ് ആഘോഷിച്ചു, പക്ഷെ അവരും ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള നിലയിൽ ക്രിസ്തുവിന് ഹൃദയം കൊടുക്കാതെ, രക്ഷയുടെ അനുഭവമില്ലാതെ, പുറമേയുള്ള മോടികൾ വീടുകൾ അലങ്കരിച്ചും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും ഒക്കെയാണ് അവർ ആഘോഷിക്കുന്നത്. പക്ഷെ അവിടെ ഹൃദയത്തിൽ കർത്താവില്ല. എത്ര ദുഃഖകരമല്ലേ? കർത്താവ് ലോകത്തിൽ എന്തിനാ വന്നേ? നമ്മൾ മത്തായി 1:21 വായിക്കുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും വിടിവിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ നമ്മളെ പാപങ്ങളിൽ നിന്നും വിടുവിക്കുന്നുവെന്നാണ്. എന്നാൽ ആ വിടുതൽ പ്രാപിക്കാതെയാണ്, അല്ലെങ്കിൽ കർത്താവുമായിട്ടൊരു യാതൊരു ബന്ധവുമില്ലാതെയാണ് ഇതെല്ലാം ആഘോഷിക്കുന്നത്. എത്ര ദുഃഖകരമല്ലേ? കർത്താവിന് എന്ത് ദുഃഖം തോന്നും? എൻ്റെ നാമവും പറഞ്ഞ് എൻ്റെ ഹിതത്തിന് വിരുദ്ധമായി ഈ ജനങ്ങൾ കൊണ്ടാടുക ആഘോഷങ്ങൾ. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ പിശാചിനൊരു രാജ്യമുണ്ടെന്ന് മത്തായി 12:26 കർത്താവ് പറഞ്ഞില്ലേ? അപ്പോൾ അവനൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ നമ്മളായിരുന്നു. അതിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ഇന്ന് പുത്രന്റെ രാജ്യത്തിലാക്കി, അല്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിലാണ്. രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തർ എവിടെയാണ്? ദൈവരാജ്യത്തിലാണ്. ദൈവത്തിന്റെ രാജ്യം എന്തുവാ? നമുക്കറിയാം, റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. എത്ര വലിയ കാര്യമാണ് ഇത്! നമുക്ക് അനുഭവമാക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഒന്നാമതേ നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇനി നമ്മൾ വിടുതൽ പ്രാപിച്ചെങ്കിൽ നമ്മൾ മറ്റുള്ളവരെയും വിടുവിക്കണം. ഓരോ സ്ത്രീയെ അയക്കുമ്പോഴത്തേക്കും പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 26:18 അവരെന്ത് ചെയ്യണം? അവരെ ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിക്കണം. അതിനുവേണ്ടിയാണ് നിയോഗിക്കുന്നത്. നാം എല്ലാവരും അങ്ങനെ നിയോഗിക്കപ്പെട്ടവരാ. അതേ കാര്യം പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസ് 2:9-10 നിങ്ങളോ അന്ധകാരത്തിൽ തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ നമ്മുടെ കർത്തവ്യം, വിടുതൽ പ്രാപിച്ചവരുടെ കർത്തവ്യം മറ്റുള്ളവരെയും വിടുവിക്കുക, കർത്താവിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ലോകം വളരെ വഷളായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കണമെന്നാണ് ഫിലിപ്പർ 2:14-15 വാക്യങ്ങളിൽ പൗലോസ് ഉത്ബോധിപ്പിക്കുന്നത്. വക്രതയും കോട്ടമുള്ള തലമുറയാണ്. അവിടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അനിന്ദരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിരിക്കണം, ദൈവവചനം ഘോഷിക്കുന്നവരായിരിക്കണം. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളങ്ങനെ ആകുന്നോ എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. രണ്ടാമത്തെ കർത്താവ് തരുന്ന വിടുതല് പൗലോസ് തന്നെ പറയുന്നു. പിന്നെ 2 തിമോത്തി 4:17-18 വാക്യങ്ങളാണ്. അപ്പോൾ അവിടെ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 2 തിമോത്തി 4-ാം അധ്യായം 17-18 കർത്താവോ എനിക്ക് തുടർന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷ പ്രാപിച്ചു. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വം. ആമേൻ. അപ്പൊ ഇവിടെ താൻ പറയുന്നത്, അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷ പ്രാപിച്ചെന്ന. ഈ സിംഹത്തിന്റെ വായ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ സിംഹം എന്ന് ഉദ്ദേശിക്കുന്നത് ദുഷ്ടന്മാരെയും ദുഷ്ടശക്തികളെയും കുറിച്ചാണ്. അത് നമ്മള് കർത്താവിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തില് നമ്മള് 22-ാം സങ്കീർത്തനത്തിൽ അത് വായിക്കുന്നുണ്ട്. 22-ാം സങ്കീർത്തനം അതിന്റെ 20-21 വാക്യം. വാളിങ്കിൽ നിന്നും എന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്നും എന്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്നും എനിക്ക് ഉത്തരം നൽകണമേ. ഇതൊക്കെ വളരെ വിലപ്പെട്ട വാക്യങ്ങളാണ്. എന്ന് പറഞ്ഞാല് കർത്താവിനെ ഈ ജനം വളഞ്ഞ്
കർത്താവിനെ ഉപദ്രവിക്കുമ്പോൾ അവരെ മൃഗത്തോടാണ് തുലനപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, ദൈവം എന്ത് ചെയ്തു? എന്നെ സിംഹത്തിന്റെ വായിൽ നിന്നും വിടുവിച്ചു. നോക്കുക, അതേ പ്രിയമുള്ളവരെ, നമ്മളെ കർത്താവാണ് നമ്മളെ വീഴാതെ വണ്ണം വിടുവിക്കുന്നത്. നമുക്ക് ചുറ്റുപാടും അനേക പ്രതികൂലങ്ങളാണ്. ഇതിന്റെ എല്ലാം മധ്യത്തിൽ നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രം. കർത്താവ് നമ്മളെ വിടുവിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ യൂദായുടെ ലേഖനത്തിൽ 24-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. അപ്പോൾ നമ്മളെ വീഴാതെ നമ്മളെ നിർത്തുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഇതിനെക്കുറിച്ച് അനേക വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പം കർത്താവിന്റെ വിശ്വസ്തതയാണ് നമ്മളെ ശത്രു തൊടാതിരിക്കാത്ത കോണം കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നു. വളരെ വിലപ്പെട്ട ഒരു സത്യം തന്നെയാണ്. അനേക വാക്യങ്ങളുണ്ട്, ഞാൻ എല്ലാം ഇപ്പോൾ വായിക്കുന്നില്ല. എന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ശക്തിക്ക് മീതെ ഒന്നും വരുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്ന് 1 കൊരിന്ത്യർ 10:13 കർത്താവ് വാഗ്ദത്തം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതെല്ലാം പ്രതികൂലങ്ങൾ നേരിട്ടാലും അതിനെ അതിജീവിക്കാൻ ആവശ്യമായ കൃപ ദൈവം തരും എന്ന് കർത്താവിന്റെ വാഗ്ദത്തമുണ്ട്. 3-ാമത്തെ കാര്യം, സകല ഭയങ്ങളിൽ നിന്നും അവൻ നമ്മളെ വിടുവിക്കുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും 2-3 ഭയങ്ങളിൽ നിന്നല്ല, സകല ഭയങ്ങളിൽ നിന്നും. നമ്മൾ സങ്കീർത്തനം 34-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഉണ്ടോ? സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അപ്പോൾ നമുക്കറിയാം, മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. അപ്പം ഈ മരണഭയത്തിൽ നിന്നും തങ്ങൾ വിശ്വസിക്കുന്നവരെ വിടുവിക്കുവാൻ വേണ്ടിയാണ് താൻ ജഡധാരിയായി ലോകത്തിൽ വന്നതെന്ന്. അങ്ങനെ താൻ എന്ത് ചെയ്തു? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു എന്നാണ് എബ്രായർ 2:14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നോക്കുക, അപ്പോൾ നമ്മളെ യഥാർത്ഥത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് മരണഭയമില്ല. കാരണം കർത്താവിൽ വിശ്വസിച്ചതിലൂടെ അവർ എന്ത് ചെയ്തു? യോഹന്നാൻ 5:24 പറയുന്നത്, അവൻ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പം മരണത്തെ കടന്നു നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ എന്നാല് തിരുവചനം പറയുന്നുണ്ട്, റോമർ 5:14 പാട്ടില്, മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. മോശ വരെ മരണം വാണിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? സുവിശേഷത്താൽ. നമ്മൾ 2 തിമോത്തി 1:10 വായിക്കുന്നുണ്ട്, സുവിശേഷീകരണം കൊണ്ട് മരണത്തെ നീക്കി. ഈ മരണത്തെ നീക്കി മരണഭയത്തിൽ നിന്ന് വിടുവിച്ച് നമ്മുടെ കർത്താവ് സ്വതന്ത്രരാക്കി. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. മരണഭയത്തിന് അടിമയല്ല. ആ അടിമത്തിൽ നിന്നും കർത്താവ് വിടുവിച്ചു. 3-ാമത്തെ കാര്യം, കർത്താവ് നമുക്ക് തരുന്ന കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതല. അതേ സങ്കീർത്തനം 34:17 നമ്മൾ വായിക്കുന്നത്, നീതിമാന്മാർ നിർവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നോക്കുക, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ, കാരണം നമ്മളെ അതിനുവേണ്ടിയാണ് കർത്താവ് എന്ത് ചെയ്തു? കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു എന്ന് നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. സകലത്തിനെല്ലാവർക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പോൾ എന്തിനാണ് അവിടുന്ന് കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനായി തീർന്നത്? നമ്മളെ ഈ കഷ്ടം വിടിപ്പിക്കുവാൻ. ഏത് നിലയിൽ? അതിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാവുന്നു. ഏത് നിലയിലുള്ള കഷ്ടങ്ങളിലും നമ്മളെ സഹായിച്ച് നമ്മൾ തളർന്നു പോകാതെ, വീണു പോകാതെ, നശിച്ചു പോകാതെ രക്ഷിക്കുവാൻ ദൈവം ശക്തനാണെന്നാണ് തിരുവചനം നമുക്ക് ഉറപ്പ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ചില കഷ്ടങ്ങൾ കർത്താവ് നമുക്ക് അനുവദിക്കും. അത് എന്തുകൊണ്ടാണെന്നറിയോ? അത് നമ്മുടെ നന്മയ്ക്കാം. അതുകൊണ്ട് ഒരു യഥാർത്ഥ ഭക്തൻ ഒരിക്കലും കഷ്ടങ്ങൾ വന്നേന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് ഭാരപ്പെടാറില്ല. യഥാർത്ഥത്തിൽ നമ്മൾ
നമുക്ക് അനുവദിക്കുന്ന കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. റോമാലേഖനം 5-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോഴത്തേക്കും അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നത് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കണ്ടോ? അപ്പോൾ കഷ്ടങ്ങളിൽ നമുക്ക് പ്രശംസിക്കാൻ കഴിയും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ദൈവവചനത്തിലൂടെ നമ്മൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയാൽ എത്ര അനുഗ്രഹമാണ്. പത്രോസും പറയുന്നത് 1 പത്രോസ് 4-ാം അധ്യായം 13-ാം വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടവരും. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം ദൈവമക്കളെ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഉല്ലസിച്ച് ആനന്ദിക്കണം. അനേക വാക്യങ്ങളുണ്ട്, ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ല. അപ്പോൾ ദൈവം നമ്മളെ കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്നു. പിന്നെ 5-ാമത്തെ കാര്യം, നമുക്കുണ്ടാകുന്ന അനർത്ഥങ്ങൾ അസംഖ്യമാണ്. ഈ അസംഖ്യമായ അനർത്ഥങ്ങളിൽ നിന്നും, അതേ 34-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിലാണ്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നോക്കുക, അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു. അതല്ലേ സത്യം. നമുക്കറിയാം, പൗലോസിന്റെ ജീവിതത്തില് താൻ പറയുന്ന ഒരു കാര്യം, പിന്നെ 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, അന്ത്യോക്യായാലും ഇക്കോന്യായാലും ലുസ്രായിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. കണ്ടോ? വലിയ സാക്ഷ്യമാണ്. അപ്പോൾ കർത്താവിന് ഏത് അവസ്ഥയിലും നമ്മളെ വിടുവിക്കുവാനായിട്ട് കഴിയും. നമ്മൾ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകണം, എന്നാൽ ആ കഷ്ടങ്ങളാൽ നമ്മൾ നശിക്കുവാൻ ദൈവം സമ്മതിക്കില്ല. ഇയ്യോബ് പറയുന്ന ഒരു അനുഗ്രഹീതമായ കാര്യം ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലുണ്ട്. വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ വായിക്കാം. 6 കഷ്ടങ്ങളിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. കണ്ടോ? ഇത് പറഞ്ഞാല് തിന്മയ്ക്കായി ഭവിക്കത്തക്ക നിലയിൽ ഒരു കഷ്ടവും നിന്റെ ജീവിതത്തിൽ നേരിടുകയില്ലെന്നുള്ള വാഗ്ദത്തമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഷ്ടങ്ങളെ കുറിച്ച് ഭാരപ്പെടണോ? കഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അതാ ദൈവം നമ്മളെ കുറിച്ച് പറയുന്നേ. 116-ാം സങ്കീർത്തനം അതിന്റെ 116-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം അതിങ്ങനെയാണ്, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഉണ്ടോ? എത്ര ദൈവത്തിന്റെ പരിപാലനം എത്ര ശ്രേഷ്ഠമാണ്. അപ്പോൾ നമുക്ക് എത്രയെല്ലാം എണ്ണിത്തീരാത്ത സങ്കടങ്ങൾ ഉണ്ടാകുന്നെങ്കിലും അവിടെയെല്ലാം കർത്താവ് നമ്മളെ രക്ഷിക്കുന്നു. ഓക്കെ, 6-ാമത്തെ കാര്യം സകല ദോഷങ്ങളിൽ നിന്നുള്ള വിടുതലാണ്. സകല ദോഷങ്ങളിൽ നിന്നുള്ള വിടുതൽ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തില് യാക്കോബ് യോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് അറിയാം, ജോസഫ് തന്റെ മൂത്ത പുത്രന്മാരായ മനേശയെയും എഫ്രയീം കൊണ്ടുവന്നു. അവരെ അനുഗ്രഹിക്കുവാനായിട്ട് നിർത്തുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ് 48-ന്റെ 15-16 വാക്യം. പിന്നെ അവൻ യോസഫിനെ അനുഗ്രഹിച്ചു, എന്റെ പിതാവായ അബ്രഹാമും ഇസഹാക്കും വസിച്ചു പോന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉണ്ടോ? എന്നെ സകല ദോഷത്തിൽ നിന്നും വിടുവിച്ച. അപ്പോൾ നമ്മളെ സകല ദോഷത്തിൽ നിന്നും വിടുവിക്കുന്നവൻ ആരാ? കർത്താവാ. ദൈവം നമ്മളെ വിടുവിക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും വിടുതലില്ല പ്രിയമുള്ളവരെ. ഈ യാക്കോബ് തന്നെ പറയുന്ന ഒരു സാക്ഷ്യം യാക്കോബിന്റെ ജീവിതത്തിലൊരു അനുഭവമാണ്. ലാബാനിൽ നിന്നുണ്ടായ തിക്തമായ അനുഭവമാണ്. അതിന്റെ ഉൽപ്പത്തി 31-ാം അധ്യായം 7-ാം വാക്യം. അവിടെ താൻ പറയുന്നത്, പിന്നെ തന്റെ ഭാര്യമാരോട്, പിന്നെ റാഹേലിനോട് ലേയോടും പറയാണ്, നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ചു, എന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി, എങ്കിലും
എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. കണ്ടോ? അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം നമ്മളെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിക്കുന്നു എന്നുള്ളതാണ്. ഒടുവിലായിട്ട് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പൗലോസ്ലീഹ റോമാലേഖനത്തില് വളരെ നിലവിളോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആറ് വിടുവിക്കും? ഒരു വലിയ ചോദ്യ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആറ് വിടുവിക്കും? അതിന് ഉത്തരം ദൈവദാസൻ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ 25-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് വിടുതലുണ്ട്. അതാ ഞാൻ പറയുന്നത്. അതല്ലേ സത്യം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഈ ക്ഷയിച്ചു പോകുന്ന ശരീരത്തിൽ നിന്നുള്ള വിടുതൽ നമ്മുടെ കർത്താവിന്റെ വരവിനാളില്ല. അത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയാണ്. ഈ പ്രത്യാശയാണ് ഓരോ ഭക്തന്മാരെയും ഏതവസ്ഥയിലും സന്തോഷിപ്പാനായിട്ട് അവർക്ക് ശക്തി പകരുന്നത്. അപ്പോൾ നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളിലൊക്കെ നമുക്ക് വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഉറപ്പുള്ള വാഗ്ദത്തം. പ്രിയമുള്ളവരെ, നിശ്ചയമായും നമ്മൾ ഈ പൊളിഞ്ഞു പോകുന്ന ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ, ഈ ജഡത്തിൽ വസിക്കുമ്പോൾ, ഈ മൺകൂടാരത്തിൽ വസിക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് അനേക നിലകളിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. എന്നാൽ ഇത് അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഈ അല്പകാലം കഴിഞ്ഞ് നമ്മൾ കർത്താവിനെ കാണുമ്പോൾ അവനെ താൻ ആയിരിക്കുന്നവരെ കാണുന്നതുകൊണ്ട് നാം അവനോട് സമന്മാരാകും, സദൃശ്യന്മാരാകും. 1 യോഹന്നാൻ 3:2 നമ്മൾ വായിക്കുന്നത് അങ്ങനെയല്ലേ? അപ്പോൾ കർത്താവിന്റെ അതേ ശരീരം പ്രാപിച്ചവരായി മഹത്വ ശരീരങ്ങളായി നമ്മൾ തീരാൻ പോകുകയാണ്. അപ്പോൾ കർത്താവ് നമ്മളെ ചേർക്കാൻ വരും. നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. നമ്മുടെ കർത്താവ് എല്ലാ വാഗ്ദത്തങ്ങളിലും വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ വീണ്ടും ചേർത്തുകൊള്ളും എന്നാണ് യോഹന്നാൻ 14:3 കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. അപ്പോൾ ഈ വാഗ്ദത്തങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. കർത്താവിൽ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കണം. ഇന്ന് യഥാർത്ഥമായും നമ്മുടെ ആശ്രയം കർത്താവിൽ തന്നെയാണോ, അതോ മനുഷ്യനിലാണോ, പ്രഭുക്കന്മാരിലാണോ, നമ്മുടെ ജോലിയിലാണോ, നമ്മുടെ ബുദ്ധിശക്തിയിലാണോ, നമ്മുടെ ധനത്തിലാണോ, നമ്മൾ ഏതിലാണ് ആശ്രയം വയ്ക്കുന്നത്? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇന്ന് പറഞ്ഞത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും അല്ലെങ്കിൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും പിശാചിന്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയല്ലേ പ്രിയമുള്ളവരെ? ആ കർത്താവിൽ നമ്മൾ എന്തുമാത്രം ആശ്രയിക്കാൻ കടപ്പെട്ടവരാ. 2, നമ്മൾ വായിച്ചത് സിംഹത്തിന്റെ വായിൽ നിന്നും അല്ലെങ്കിൽ ഈ ലോകത്തിലെ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന ജനത്തെ ദുഷ്ടമൃഗങ്ങളോട് ഉപമിച്ച് വചനം പറഞ്ഞിരിക്കുക. അങ്ങനെയുള്ള ദുഷ്ടന്മാരിൽ നിന്നും നമ്മളെ കാത്തു പരിപാലിക്കുന്നത് നമ്മുടെ കർത്താവാണ്. അപ്പോൾ ആ കർത്താവിലല്ലേ നമ്മൾ ആശ്രയിക്കണ്ടേ? 3ാമത് ഞാൻ പറഞ്ഞത് സകല ഭയങ്ങളിൽ നിന്നും. നമുക്കറിയാം, മനുഷ്യനെ ശത്രുക്കൾ ഭീഷണിപ്പെടുത്തുന്നു, നിന്നെ കൊന്നുകളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിക്കുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കർത്താവിന്റെ സന്നിധിയിലെത്തും. നമ്മൾ അടുത്ത നിമിഷം സ്വർഗത്തിലെത്തിച്ചേരും. എത്ര വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയൊരു മരണഭീഷണിയുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും മുട്ടുപടക്കയില്ല. നമ്മളതിനെ ജയിച്ചവരാണ്. മരണഭയത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ചു. 4ാമത് നമ്മൾ കണ്ടത് കഷ്ടങ്ങളിൽ നിന്നുള്ള വിടുതലാണ്. നമുക്കറിയാം, കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനായി തീർന്നത് ഏത് കഷ്ടത്തിലും ആയിരിക്കുന്നവരെ വിടുവിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രാപ്തനാണ്. അതിൻ്റെ ഒരു തെളിവാണ്. എന്നാൽ ചില കഷ്ടങ്ങൾ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം അനുവദിക്കും. അത് നിത്യത്തിലേക്ക്, അല്പസമയത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം തേജസ്സിന്റെ നിത്യകാലം നമുക്ക് പ്രാപിക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കും. അതെല്ലാം അതിനെ ഓർത്ത് നമ്മൾ സ്തുതിക്കണം. എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ 5ാമത് കണ്ടത് അസംഖ്യമായ അനർത്ഥത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കും. പൗലോസിന്റെ ജീവിതത്തിൽ
തനിക്ക് ഉണ്ടായ അനർത്ഥങ്ങൾ അനവധിയാണ്. നമുക്കറിയാം 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 28 വാക്യങ്ങൾ വായിച്ചാൽ ഏതൊരു ഭക്തരും ചങ്ക് പൊട്ടിക്കരയും. എത്ര ഭയങ്കരമാണ്! 1 കുറയെ 5 വട്ടം ചാട്ടവാറിന് അടിയുണ്ട്. നോക്കണം. എന്ന് പറഞ്ഞാല് 195 അടി ചാട്ടവാറിന്റെ അടി കൊണ്ടെന്ന് പറയുമ്പോൾ ആ ശരീരത്തിൽ എവിടെയെങ്കിലും കീറി മുറിഞ്ഞ് ഇതില്ലാത്തൊരു ഭാഗമുണ്ടോ? കോല് കൊണ്ടോ അടി, കല്ലേറ്, നമ്മൾ ചിന്തിക്കണം. ഒരു വലിയ ലിസ്റ്റാണ്. അതെല്ലാം ദൈവം ആലോചിച്ചു. എന്നാൽ ദൈവത്തിന്റെ ദാസനോട് പറയാണ്, അങ്ങനെ കർത്താവ് എന്നെ വിടുവിച്ചു, ഇന്നും വിടുവിക്കും. കർത്താവ് നമ്മളെ വിടുവിക്കുവാൻ ശക്തനാണ്. 6ാമത്തെ കാര്യം നമ്മൾ കണ്ടത് സകല ദോഷങ്ങളിൽ നിന്നും ഉള്ള വിടുതലിനെ കുറിച്ചാണ്. അത് നമ്മൾ യാക്കോബിന്റെ സാക്ഷ്യത്തിലൂടെ ആ കാര്യം കാണുകയുണ്ടായി. എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൈവം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പോൾ യോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് പറയുന്ന സംഭവമാണ്. 7 നമുക്ക് അവസാനമുള്ള വിടുതൽ. എന്നെ ഈ മരണത്തിന് അധീനമായ ഈ ജഡത്തിൽ നിന്ന് വിടുവിക്കും. അത് വിടുവിക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് വരിക. സാധാരണ രീതിയിലും മരണം വഴി നമ്മൾ മാറ്റപ്പെട്ടാലും നമ്മൾ നിത്യത തുറമുഖത്ത് എത്തുകയാണ്. ക്രിസ്തുവിലുള്ളവർക്ക് എത്ര വലിയ പ്രത്യാശയാണ്! കാരണം നമ്മൾ ഈ മരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേർപാട് എന്നുള്ളൂ. അപ്പോൾ കർത്താവിൽ നിന്നുള്ള വേർപാടിൽ നിന്ന് നമ്മൾ കർത്താവിലായി തീർന്നപ്പോൾ നമ്മൾ ഒന്നായി തീർന്നിരിക്കുക. എത്ര അനുഗ്രഹീതമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് നമ്മുടെ ആശ്രയത്തെ നമുക്കൊന്നുകൂടെ പരിശോധിക്കാം. നമുക്കെപ്പോഴും കർത്താവിൽ തന്നെ ആശ്രയിക്കുവാൻ, കർത്താവിൽ തന്നെ ചാരുവാൻ കഴിയുന്നുണ്ടോ? ദൈവം നോക്കുന്നുണ്ട്. നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മൾ കർത്താവിലേക്കാണോ വരുന്നത്? അവിടുത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നല്ല ഒരു ആദർശപൂർണമായ വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് എല്ലാ കേൾവിക്കാരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.